ഹായ് ഗൈസ് അപ്പം ഇത് മദറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ചേച്ചി. ഓക്കെ, അപ്പോൾ പാപ്പിച്ചി ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുകയാണേ. ഇതെന്താടി ആക്ച്വലി? ഇതെന്താ? പത്തിരി അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ്. പത്തിരി അല്ല, വട്ടപ്പത്തിരി അല്ലേ? ചെറുതായിട്ട് പത്തിരി അല്ല, മറ്റേ കുഞ്ഞിപ്പത്തിരി. ഇത് ഹൈ സ്പീഡുള്ള പാനാണ്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പാനാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ല വില്ലേജ് സ്റ്റൈലിലുള്ള അവിലും ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അതായത് അവില്, ശർക്കര, പിന്നെ നമ്മുടെ നാടൻ പഴം. അതൊന്ന് കാണിച്ചെടുക്കുക. അവില് ഇതാണ് കേട്ടോ. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച അവിലാണ് എടുക്കുന്നത്. ഇത് നല്ലൊരു അവിലാണ് കേട്ടോ, പൊട്ടിത്തെറിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ലൂസ് വാങ്ങിയപ്പോൾ ഭയങ്കര തണുത്തുപോയി. അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കുന്ന പാക്കറ്റ് അവില്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണ കുറേ ഉണ്ടല്ലേ? ഇല്ല, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങൾ ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. ശർക്കര ഏതാ? ചെറുള്ളി ഇടുന്നുണ്ടോ? വേണ്ട. അപ്പോൾ ഈ പാനൊക്കെ എടുത്ത് മാറ്റട്ടെ. ഇത് നമ്മൾ ഇവിടുന്ന് മാറ്റിക്കാട്ടോ. കാരണം അത് ഇതവിടെ വേണേ അരച്ചോ. ശർക്കരയാണ്. ശർക്കര വന്നിട്ട് ഇതാണ് കേട്ടോ, ഒരു ടൈപ്പാണ്. അത് ഞങ്ങൾ അപ്പം ഞാൻ ഇവിടത്തൊക്കെ മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഗൈസ് ചേച്ചി കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. അല്ല, പാലാണ് കട്ടൻ ചായ. പക്ഷെ കട്ടൻ ചായ അതിൻ്റെ കൂടെ ടേസ്റ്റ് അവിലിൻ്റെ കൂടെ. നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയാണ്. എനിക്ക് കട്ടൻ മതി കേട്ടോ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമുക്കിത് കൊലയിലേക്ക്. അങ്ങനെ ഗൈസ് ചേച്ചിയുടെ മോന് വാങ്ങിച്ചു കൊടുത്ത ചെണ്ടയാണ്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നേ. ചെണ്ടക്കൊട്ടിൻ്റെ ചെണ്ട ആദ്യമായി ചേച്ചി കൊട്ടി പറഞ്ഞിട്ട് എന്നിട്ട് ആടി കൊട്ടുക. അല്ലാതെ ഇങ്ങനെ ആടി കൊട്ടുക. ഓക്കെ, അത് കഴിഞ്ഞ് ചേച്ചി എന്തോ ഉണ്ടാക്കുന്നുണ്ടേ. പ്ലസ് ചായ. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വില്ലേജ് സ്റ്റൈലില് അവിലും ശർക്കരയും കുഴയ്ക്കാൻ പോവുകയാണ് ഗൈസ്. നോക്കൂ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ കൊലയിലേക്ക് പോവുകയാണ്. ഇവിടെ 3 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. അവരിവിടെ കിടക്കുന്നു ഗൈസ്. ചേച്ചി കസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നത്. എഡിറ്റ് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. ഇവിടെ ഇരുന്നോ. ചെണ്ടക്കുട്ടുകാരൻ ഇവിടെ ഉണ്ട്. ചെണ്ട നല്ലോണം കൊട്ടുന്നു. കോഴിമക്കള് തറച്ചു കൊട്ടി. ആദ്യം നമ്മളെന്താ ചെയ്യുന്നത്? അവിലിടുകയാണ്. മൊത്തം ഇടണോ? കേണ്ട, ഇത് മൊത്തം ഇത്തിരി മതി. ഓക്കെ, അപ്പം ഇതാണ് അവിൽ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവിലാണ്. സോഫ്റ്റ് എന്നാൽ അതിസോഫ്റ്റ് അവിൽ. അത് കഴിഞ്ഞ് അപ്പം ഇത് ചാരിപ്പടി ഇരുന്നിട്ടാ ചേച്ചി. കാരണം അവിടെ ഞങ്ങൾക്ക് അത്രത്തോളം അങ്ങോട്ട് ഇത് ലൈറ്റ് ക്ലിയർ ആവില്ല. അപ്പം ഞാൻ പറഞ്ഞ് ചേച്ചിയോട് കൊലായിൽ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഇതൊരു സ്പീഡിൽ എത്ര ആണി ശർക്കര വേണോ? പക്ഷെ അവിലും ശർക്കരയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ശർക്കരേൻ്റെ ചൊയാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു പഴം വേണേ എടുത്തോളൂ. ഒരു കുഞ്ഞു കഷ്ണം ശർക്കര അവൻ്റെ വായിക്ക് ഇട്ടിട്ടു. അപ്പോൾ ശർക്കര പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് അല്ലേ? നമുക്ക് എന്ത് പായസത്തിനാണെങ്കിലും നമ്മൾ ശർക്കര പായസം സൂപ്പറാണ്. അല്ലാണ്ട് തന്നെ ശർക്കര ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. നമുക്ക് റവയും ശർക്കര ഉണ്ടാക്കാം. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അവന് ശർക്കര ഇഷ്ടമാണ്. ശർക്കരയെ കൊണ്ട് 3 ടേസ്റ്റി ആയിട്ടുള്ള വിഭവം. അപ്പോൾ ഞങ്ങൾ കൊടുത്തു ശർക്കര കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം. ശർക്കര കഞ്ഞി ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഉലുവ ശർക്കര ഉണ്ടാക്കാം. ശർക്കര കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം?
അതന്നെ നമുക്ക് ശർക്കര കഞ്ഞി ഉണ്ടാക്കാം. പിന്നെ അതേപോലെ തന്നെ റവ ഇട്ട് ശർക്കര കാച്ച, അങ്ങനെ പലതുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേങ്ങയും ശർക്കര ഇട്ടിട്ട് നമുക്ക് മറ്റേ തേങ്ങ മിഠായി ഉണ്ടാക്കാം. ശർക്കര പറഞ്ഞാൽ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയ സാധനമല്ലേ. ലോകത്തിൽ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് ശർക്കര. എന്താ സൗണ്ട്? അപ്പൊ നമ്മുടെ അവിലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ശർക്കര ഉണ്ട്. ഇനി ചെറിയുള്ളി വേണോ? വേണ്ട, ചെറുള്ളി വേണ്ട. 3 എണ്ണം വേണോ ശർക്കര? വേണ്ട, 3 എണ്ണം. ശർക്കര ഇപ്പം നല്ല രസമാണ്. ശർക്കര കുറയുന്നതിന് വിഷമമുണ്ടോ? ശർക്കര കുറയുന്നതിന് വിഷമമുണ്ടോ? കുറയുന്നതിന് വിഷമമൊന്നുമില്ല. നിങ്ങൾ നല്ല തിന്നാവുകയാണെന്ന് കേട്ട്. ഇല്ല, ഞാൻ വളരെ കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ടേസ്റ്റി ഭക്ഷണം ആയതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ കഴിക്കുള്ളൂ. പിന്നെ അത് കണ്ടപ്പോ മനസ്സിലായി, നല്ല പുഴുക്ക് കണ്ടപ്പോ മനസ്സിലായി വളരെ കുറച്ചാണ്. വളരെ കുറച്ച് മാത്രം.